രാവിലെ 5:30ക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്ത് ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. സോ ഹിയർ സ്റ്റാർട്ട് മൈ ഫസ്റ്റ് എവർ സോളോ ട്രിപ്പ്. ഒരു 3-4 മണിക്കൂർ ട്രെയിനിൽ ഒരേ നിപ്പ് നിന്നതിന് ശേഷമാണ് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയത്, കോഴിക്കോട്. ഇതിപ്പോ എന്തിനാ ഇവിടെ വന്നത് ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ടിന്റെ ഫാദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടേക്ക് ഒറ്റയ്ക്ക് വരണു എന്ന് പറഞ്ഞപ്പോ അവരെന്നെ എന്ത് ചെയ്താ വേറൊരു പുറത്തൊരു സ്ഥലത്ത് താമസിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ ആ ഒരു വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കേണ്ടി വന്നു. നല്ല സ്നേഹമായിരുന്നു കേട്ടോ അവർക്ക് എന്നോട്. ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ എന്താ എന്റെ സ്പോട്ടിലേക്ക് പോയി. KLF, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്ന്. കുറെ ഹാപ്പനിങ് ആയിട്ടുള്ള കുറെ ഇവന്റ്സും സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ആദ്യം തന്നെ ഓടിപ്പോയത് ജോസഫ് അനൻകുട്ടി ജോസിന്റെയും പിന്നെ വേറെ 2 മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെയും ഒരു സെഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ജോസഫ് അനൻകുട്ടി ജോസിന്റെ ടോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അത് ഫുൾ അറ്റൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ല ചൂടായതുകൊണ്ട് ഒരു ഐസ് വരുത്തിയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് DC ബുക്സിന്റെ ബുക്ക് സ്റ്റോൾ ആണെന്ന്. പിന്നെ എന്റെ കാലം കടയ്ക്കാണല്ലോ പോവുള്ളൂ. എല്ലാ ജേണറിലെയും എല്ലാ ബുക്സും ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു അനൗൺസ്മെന്റ്. ഓതർ KR മീര അവരുടെ പുതിയ ബുക്ക് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് അവരെ മീറ്റ് ചെയ്യാന്ന്. ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച ബുക്കിന്റെ കൂടെ അവരുടെ പുതിയ ബുക്കും കൂടി എടുത്ത് ഞാൻ ഓടിപ്പോയി ക്യൂവിൽ നിന്നു. KR മീര വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് ഓതേഴ്സ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളതില്. ആൻഡ് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ അവർ ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതിയും ഫോട്ടോ എടുക്കുമ്പോഴുള്ള ചിരിയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ തന്നെ എന്റെ കൂടെ എത്തി. അന്ന് ഞാനും സംസാരിച്ചു. എന്നെ പറ്റി ആളെന്താ പറഞ്ഞെന്ന് കേൾക്കണ്ടേ. നല്ല വാത്സല്യം തോന്നും കുട്ടികൾക്ക്. അങ്ങനെ കോംപ്ലിമെന്റ് ഒക്കെ കിട്ടി ഭയങ്കര സന്തോഷത്തില് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി.